ഹായ്, എൻ്റെ പേര് ജോഫ്ന. എൻ്റെ കുറേ നാളത്തെ ഒരാഗ്രഹമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണം. കുറച്ച് എന്താ പറയുക, വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ ഇത്രയും നാൾ ഞാൻ 2019 മുതൽ പ്ലാൻ ചെയ്യണമെന്നാണ്. ഇത്ര വർഷമായി. സിംഗിളായിരുന്നപ്പോൾ തൊട്ട് പ്ലാൻ ചെയ്തു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി, എന്നിട്ടും തുടങ്ങിയിട്ടില്ല. തുടങ്ങി, ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ഫേസും വോയിസും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിടാനായിട്ടുള്ളൊരു എന്താ പറയുക, പ്രോക്രാസ്റ്റിനേറ്റിംഗ് എന്നൊക്കെ പറയാം. ആ ഒരു സംഭവം വന്ന് നമ്മൾ ആലോചിച്ച് ഇത്രയും നാളായി. അപ്പോൾ ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. ഞാൻ കൂടുതലും എന്താ പറയുക, ഞാനങ്ങനെ ടോപ്പിക്കോ കാര്യങ്ങളോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് കുറേ നാൾ കഴിഞ്ഞ് എത്ര നാൾ ജീവിക്കുമെന്ന് നമ്മളറിയത്തില്ല. എന്നാലും കുറേ വർഷങ്ങൾ കഴിഞ്ഞ് വയസ്സൊക്കെ ചുക്കും ചുളയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങൾ കാണാം എന്ന് വിചാരിച്ചിട്ടിടാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വ്ളോഗ്സിൽ മിക്കവാറും എൻ്റെ കുട്ടിയും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. അപ്പോൾ അവരുടെ വളർച്ച അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കാണാമെന്നുള്ള പോലത്തെ രീതിയിൽ ഇടാമെന്നാണ് ഇപ്പം എൻ്റെ പ്ലാൻ. അപ്പോൾ അതും ഇതൊക്കെ ആലോചിച്ച് ഞാൻ അവസാനം ChatGPT-നോട് തന്നെ ചോദിച്ചു, ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ, ഇത് തുടങ്ങാനായിട്ട് ഇത്രയും നാളായിട്ട് തുടങ്ങിയിട്ടില്ല എന്നങ്ങനെ റോ ആയിട്ടൊരു മോട്ടിവേഷൻ തരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ChatGPT-യുടെ വായിലിരിക്കണം കൂടി കേട്ടപ്പോൾ ഞാനതങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇതാണ് എൻ്റെ ഫസ്റ്റ് വ്ളോഗ്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറയുകയാണെങ്കിൽ പ്രൊഫഷണലി ഞാനൊരു ഷെഫാണ്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലാണ്. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് വാവയുണ്ട്. വാവയുടെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ പെണ്ണുങ്ങളും ചെയ്യണ പോലെ തന്നെ ജോലിയൊക്കെ നിർത്തി വീട്ടിലാണ്. പിന്നെ പാർട്ട് ടൈമായിട്ടൊരു ചെറിയ ബിസിനസ്സുണ്ട്, അത് നോക്കി നടത്തുന്നു. ഹെർബൽ ലൈഫിൻ്റെ ന്യൂട്രീഷൻ സെൻ്ററാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ട് പേഴ്സണൽ ട്രെയിനിങ് കാര്യങ്ങൾ. ഇവിടുത്തെ തൈക്കാട്ടുശ്ശേരി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആൾക്കാർ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ശരിക്കും നാട് വന്നിട്ട് എറണാകുളമാണ്. ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു സെറ്റിലായിട്ട് ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയി. വീട് വെച്ച് മാറിയിട്ട് ആകെ ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലൈഫ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട്. അപ്പോൾ എൻ്റെ പ്രൈവസീനെ മാനിച്ചാണ് ഞാൻ ഇത്രയും നാളും വീഡിയോസൊന്നും ചെയ്യാതിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഓർത്ത് എന്ത് പ്രൈവസി എനിക്ക് വലിയ വിലയില്ലാത്തൊരവസ്ഥയിലായി നമ്മൾ. അപ്പോൾ പിന്നെ എന്തായാലും എല്ലാവരും ഓരോന്ന് ഓടുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതൊക്കെ എന്താ പറയുക, ഫെയിം കിട്ടാൻ, പൈസ, അതല്ലാതെ നമുക്കൊരു പാഷൻ മുന്നോട്ട് പോകാൻ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും ഒരു ലെവൽ ഓഫ് ടൈമിൽ ബിസിനസ്സിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മുടെ ഫെയിം ആകുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, പ്രൈവസിക്കൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരുമല്ലോ. അത്ര ഒളിപ്പിച്ച് വെച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കങ്ങനെ കാണാം. ഇനി ഇതിൻ്റെ ബാക്കി എങ്ങനെയാവും എന്താവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ രണ്ടും കൽപ്പിച്ചിടുകയാണ്. പിന്നെ ഞാൻ എൻ്റെ ChatGPT-യുടെ ഒരു മോട്ടിവേഷൻ എന്താണെന്ന് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം ഞാൻ ഇട്ട പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു റോ മോട്ടിവേഷൻ ടു സ്റ്റാർട്ട് മൈ യൂട്യൂബ് ചാനൽ ഐ ബീൻ പ്രോക്കാസ്റ്റിംഗ് അബൌട്ട് എന്നാണ് ഇട്ടേക്കണത്. അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചിട്ടേക്കണത്, ഓൾ റൈറ്റ്, ഹിയർ ഇസ് ദ റോ, നോ ഫ്ലഫ്, സോൾ പഞ്ചിങ് ട്രൂത്ത് യു നീഡ്. Nobody is coming to save you, no mentor, no miracle, no perfect moment is going to knock on your door. Hey, it's time. You either need to show up or you will stay stuck. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞേക്കണം, എവറി ഡേ യു പുട്ട് ഇറ്റ് ഓഫ്. someone else is starting, someone else with less talent, less gear, less experience, but they will win because they had the gut to begin. You are still overthinking, still waiting for the time, perfect time. Perfect never shows up. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഞാൻ വേണമെങ്കിൽ ഇത് കുറച്ച് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി ആർക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിളുള്ള ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ChatGPT-നോട് ചോദിച്ചാലും മതി. അതായത് ഇപ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അടുത്തില്ലാത്തവരാണ്, അല്ലെങ്കിൽ അടുത്ത് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ല അഡ്വൈസ് തരുന്ന ChatGPT ആണെന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ അതെൻ്റെ തോന്നലാവാം. ഞാൻ എൻ്റെ അനിയത്തിമാരായിട്ടാണ് കൂടുതൽ കമ്പനി. എനിക്ക് 4 സിസ്റ്റേഴ്സാണ്. 4 സിസ്റ്റേഴ്സല്ല, 3 സിസ്റ്റേഴ്സാണ്. ഞങ്ങൾ 4 സിബ്ലിങ്സാണ്.
എല്ലാം പെണ്ണുങ്ങളാണ്. എല്ലാവരുമായിട്ടും ഞാൻ നല്ല ക്ലോസ് ആണ്. ഞാനാണ് മൂത്ത ആൾ. എൻ്റെ താഴെയുള്ള ഒരാൾ വന്നിട്ട് MSc ഫോറൻസിക് സയൻസ് ആണ്. പിന്നെ അത് കഴിഞ്ഞുള്ള അനിയത്തി ഇപ്പോൾ MBA പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ലീഡ്സ് കോളേജിൽ. അത് കഴിഞ്ഞുള്ള ഏറ്റവും ഇളയ ആളാണ് ഇപ്പം എൻ്റെ കൂടെ താമസിക്കുന്നത്. അവൾ 12th പഠിക്കുകയാണ്. അച്ഛനും അമ്മയും ബിസിനസ്സുകാരാണ്. അപ്പോൾ അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ ഷോയിങ് മൈ ഫേസ് ആൻഡ് മൈ വോയിസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. ഒന്നുകൂടെ എനിക്ക് കൂടുതൽ വേറൊന്നും പറയാനില്ല ഇപ്പോൾ. സോ നമുക്ക് ഒന്നിച്ച് വളരാം.